പിന്നെന്തുകൊണ്ടാണ് മതം പറയാൻ പേടി? അയ്യോ അതല്ല, അതെ, അത് നിങ്ങൾ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മതവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല, എത്തിസ്റ്റുകൾക്കും ബാധകമാണ്. അതറിയില്ലേ? ആണ്. അപ്പൊ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു. എന്തിന്? എത്തിസ്റ്റില്. അല്ലല്ല, എല്ലാം മതം പറയാം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഏത് മതത്തിലായിരുന്നു? അതല്ല. അപ്പൊ എത്തിസ്റ്റുകളോട് ഞാൻ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരോടും ഞാൻ സംസാരിക്കാം. ശരിക്കും ഈ ഷൈൻ്റെ ചെറുതിലുള്ള പുൽക്കൂട് നിർമ്മാണം, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് പറയുമോ? ഞങ്ങൾ പൊന്നാനിയിലായിരുന്നതുകൊണ്ട് അവിടെ കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ടാവുള്ളൂ. അത് പല ഭാഗങ്ങളിലായിട്ടാണ് അവർ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ പുൽക്കൂടിനേക്കാളും കൂടുതൽ ഒരു കരോളിന് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിനൊക്കെ നന്നായി പങ്കെടുക്കാറുണ്ട്. പാട്ട് പാടാനും പാട്ട് പാടാനുള്ള കഴിവ് അറിയാലോ. പിന്നെ ഡാൻസ് കളിക്കാനുള്ള കഴിവ് അറിയാലോ. അത് വളരെ നന്നായിട്ട് അവരെ എൻജോയ് ചെയ്തിരുന്നതാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അത് പിന്നെ അപ്പോഴേക്കും അവൻ പോവുകയും ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽക്കേ ഭക്ഷണം വളരെ കുറവേ കഴിക്കുള്ളൂ. ചില ഭക്ഷണങ്ങൾ മാത്രം കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും വീട്ടിൽ വന്നാൽ എന്താ കഴിക്കുക? വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എല്ലാം കഴിക്കും, കുറച്ച് കഴിക്കുള്ളൂ. നമ്മൾ നിർബന്ധിക്കണം. അതായത് ചോറും കറിയും മീനും ഒക്കെ ആണോ, അങ്ങനെയാണോ കഴിക്കുക? എല്ലാം കഴിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും അപ്പോ എന്തെങ്കിലും, ഇഡ്ഡലി, ദോശ, ബ്രെഡ്, അങ്ങനെ എല്ലാത്തിനും അതിന് ചേരേണ്ടതായ കറികൾ ഉണ്ടാവണം നിർബന്ധമാണ്. പുട്ടിന് കടല വേണം എന്നുള്ളതാണ്. അല്ല, സാധാരണ പഴം കൊടുത്താൽ ശരിയാവില്ല. അത് ഉപ്പുമാവിനാണ് ചെറുപഴം. അതിന് ബഹളം ഉണ്ടാക്കോ? കഴിക്കില്ല മാത്രം. അപ്പൊ എല്ലാം നമ്മള് നിർബന്ധിച്ചിട്ട് പിന്നാലെ നടക്കാനായിട്ട് ഒരാളെപ്പോഴും. അങ്ങനെയാണ്. അത് ആദ്യത്തെ കുട്ടി ആയതുകൊണ്ടായിരുന്നു. മറ്റു 3 പേർക്ക് ഒരു പ്രശ്നമില്ല. അതെ, ഇപ്പോഴും ഷൈനിന് അങ്ങനെയാണ്. പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു കള്ളൊഴിച്ചിട്ടുള്ള ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്ന ഒരു പരിപാടി. പിന്നെ ബീഫ് ഫ്രൈ ചെയ്തിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. ഡ്രൈ ഫ്രൈ പോലെ അത് അതാണ് മെയിൻ സാധനം. നേരത്തെ ഇവര് കൊടുക്കുന്നത് ഉരുളിയിലിടാൻ പറ്റുന്ന നേരത്തെ കിട്ടാനെങ്കിലും വരാറുണ്ട്. ഓ, അതിന് വേണ്ടിട്ട് ആ ടേസ്റ്റ്. കാരണം നോമ്പ് വിടണല്ലോ. നോമ്പുണ്ട്. നമ്മള് ക്രിസ്ത്യാനിയുടെ ഇടയിൽ പറയും മീൻ മാത്രം കഴിക്കുന്ന ഇറച്ചി കഴിക്കാത്ത നോമ്പ്. അല്ല, ഷൈൻ ഇപ്പോഴും ആ തരത്തിലുള്ള സത്യക്രിസ്ത്യാനിയാണോ? വിശ്വാസമൊക്കെ അങ്ങനെയാണോ? അതറിയില്ലേ? അതെ. ക്രിസ്തു ഔസേപിതാവും മാതാവും ശിഷ്യന്മാരും ഒന്നും ക്രിസ്ത്യാനികളല്ല. ശരിക്കും യഹൂദന്മാരാണ് ഇവര്, അല്ലേ? അപ്പൊ എന്താ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാതിരുന്നതെന്ന് ചോദിക്കൂ അവരോട്. ഏത് മതത്തിലാണ് ജനിക്കുന്നതിനല്ല കാര്യം, നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നതിനാണ് കാര്യം. ക്രിസ്തു പോലും പറഞ്ഞത് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, അതിലാണ് പ്രാധാന്യം. ഏതെങ്കിലും മതത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടല്ലേ നമുക്ക് ജനിക്കാൻ പറ്റുള്ളൂ എന്തായാലും, അല്ലേ? ഒരു മതത്തിലും പെടാതെ ജനിക്കാൻ പറ്റില്ലല്ലോ. എത്തിസ്റ്റുകളുടെ മക്കൾ അങ്ങനെയൊക്കെ ജനിക്കാം. അങ്ങനെ എത്തിസ്റ്റുകളുടെ മക്കൾ എന്ന് പറയാൻ ആരെങ്കിലും കാണിച്ചു അങ്ങനെ ഒരു മതത്തിലും പെടാതെ ജനിക്കാൻ? അച്ഛനമ്മ ഏതെങ്കിലും മതത്തിൽ പെട്ടതായിരിക്കില്ലേ? ഇല്ല, ഇപ്പൊ എന്റെ മോള് എന്തായാലും എത്തിസ്റ്റിന്റെ. പക്ഷെ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? അല്ല, അത് തിരയേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞ. അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. പക്ഷെ ഞാൻ ചോദിക്കണത് നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വാസം? ഇപ്പോ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? അല്ല, അത് ഇപ്പൊ അടിസ്ഥാനം ഇല്ല. അതിന്റെ അടിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ഉത്തരം പറയില്ല. ഇനി ഏത് മതത്തിലാണ് ജനിച്ചു നിങ്ങള്? എനിക്ക് മതമില്ല. മതം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, ജനിച്ചിണ്ടാവൂല്ലോ ഏതെങ്കിലും മതത്തില്. ഉണ്ടാവും. അച്ഛനമ്മ ഏത് മതത്തിലായിരുന്നു? അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയാം. അതുകൊണ്ട് ഞാനും ഇനി ഒരു പരിപാടി മതം പറഞ്ഞിട്ട് പോയിരുന്നേറ്റാ മതി. നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞത്? ഏത് മതത്തിലാണ് ജനിച്ചത്? എനിക്ക് മതം ഇല്ല. എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. അത് കുഴപ്പമില്ല. അല്ല, അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാനനഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടാവും. എന്താണ്? ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏതൊക്കെ പോവാം. എല്ലൊക്കെ പറഞ്ഞോ, ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് പറയാ. ഇല്ല, അത് നമുക്ക് സംവാദമാക്കണ്ട, അത് കട്ട് ചെയ്ത് വിടാം. അത് സമ്മതമാക്കണം. അതാണ് സമ്മതമാക്കേണ്ടത്. നമ്മള് ഇല്ല, അത് സംവദിക്കേണ്ട കാര്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് അവസാനിപ്പിക്കാം. ഇത് പോസിറ്റീവായിട്ട് അവസാനിപ്പിക്കാനുള്ള മാർഗം തന്നെ പറയണേ. ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നിങ്ങൾ അതിൽ വിശ്വാസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല.
കാരണം നിങ്ങൾ അന്ധമായിട്ടൊരു വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എത്തിസ്റ്റാന്ന് അല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്തുകൊണ്ടാണ് മതം പറയാൻ പേടി? അയ്യോ അതല്ല, അതെ, അത് രണ്ട് നിങ്ങൾ രണ്ടാ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മതവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല, എത്തിസ്റ്റുകൾക്കും ബാധകമാണ്. അതറിയില്ലേ? ആണ്. അപ്പൊ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു. എന്തിന്? എത്തിസ്റ്റില്. അല്ലല്ല, എല്ലാം മതം പറയാം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഏത് മതത്തിലായിരുന്നു? അതല്ല. അപ്പൊ എത്തിസ്റ്റുകളോട് ഞാൻ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരോടും ഞാൻ സംസാരിക്കാൻ അയ്യോ അന്ധതല്ല, അത് അന്ധമായ വിശ്വാസമാണത്. അല്ല, ചിലപ്പോ അവര് രണ്ടുപേരും രണ്ട് മതത്തിലാവും. അതോ പോളിസിയാ. ഏത് പോളിസി? നമ്മളിപ്പോ ചില പോളിസി ചെയ്തിട്ടില്ല. ഞാനൊരു പോളിസി എടുത്തിട്ടുണ്ട്, എന്നറിയോ? അല്ല, ഞാൻ ഭയങ്കര അന്ധമായിട്ട് വിശ്വസിക്കുന്നവരായിട്ട് സംസാരിക്കാറേ ഇല്ല. അല്ല, ഞാനിപ്പോ ബീഫും ചിക്കനും ഒന്നും കഴിക്കാത്ത ഒരു പോളിസി ഡിസിഷനാണ്. അതേപോലെ ഒരു പോളിസി ഡിസിഷനാണ്. അങ്ങനെ പല പോളിസീസും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. കുറച്ചൊക്കെ പോവോ? ചില കാര്യങ്ങളൊക്കെ. എന്റെ കാര്യം പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിക്കുമ്പോൾ ഭൂമിയിൽ ഏതെങ്കിലും മതത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ആളായിട്ടാണ് ജനിക്കുന്നത്. ഇപ്പോഴും അതിൽ തന്നെ അങ്ങനെയാണോ വിശ്വസിക്കണെന്നാണ് ചോദിക്കണേ? എന്താ അതിലെ വിശ്വസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ടോ? അതിൽ തന്നെയാണോ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടതാണോ? ഷൈൻ സംസാരിക്കുന്ന സമയത്ത് ഫിലോസഫിക്കലി ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ക്രിസ്തു. ആണാണ്. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയാവോ അയാള്? ഇല്ല. അപ്പൊ പറഞ്ഞു വരുന്നത് സഭാവിശ്വാസി അല്ല എന്നുള്ള സഭാവിശ്വാസം അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തു അല്ല. ക്രിസ്തുവിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികൾ. എനിക്ക് ആൻസർ കിട്ടിയാ? കിട്ടി. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പേടിച്ചിട്ട് ഉത്തരം പറയാതിരുന്നത് നിങ്ങളുടെ ഒരു തരം അന്ധമായ വിശ്വാസം കൊണ്ടാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ശരിയല്ല. നമ്മളെല്ലാം ഒരേ ആളുകളാണെങ്കിൽ അന്ധമായിട്ട് വിശ്വാസം കൊണ്ട് ഞാൻ പറയും ഞാൻ ക്രിസ്ത്യാനി ആയിട്ടാണ് ജനിച്ചത് അല്ലേ? ഏതെങ്കിലും ഒരു മതത്തിൽ അടിസ്ഥാനപ്പെട്ടല്ലേ നമുക്ക് ജനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ ഇപ്പൊ ജനിക്കാന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ജനിക്കാം, പക്ഷെ ഞാൻ ജനിച്ച സമയത്ത് പറ്റില്ലായിരുന്നു. ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. അത്രേ ഉള്ളൂ. അതാണ്. പിന്നെയും നമ്മൾ പിന്നിലേക്ക് നമ്മുടെ അപ്പാപ്പന്മാരെ തെരഞ്ഞു പോയി അവർക്ക് ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാവില്ലേ? ആ ക്രിസ്തു ഉണ്ടായ സമയത്ത് യഹൂദ മതത്തിലാണ് ക്രിസ്തു ജനിച്ചത്. ക്രിസ്തു എന്താ പഠിപ്പിച്ചത്? എല്ലാവരെയും തന്നെ പോലെ കാണാനും സ്നേഹിക്കാനും. അതിലെന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. അതാണ് വേണ്ടത് നമുക്ക്. അതല്ലേ വേണ്ടത്. അപ്പോ ഹിന്ദുവിനെ ആണെങ്കിലും മുസ്ലിമിനെ ആണെങ്കിലും ബുദ്ധനെ ആണെങ്കിലും എല്ലാവരും ഒരേപോലെ തന്നെ കാണണ്ടേ? കണ്ടേ പറ്റൂ. അത് കാണാതെ ഇരിക്കുമ്പോഴല്ലേ ക്രിസ്തുവിനെതിരെയുള്ള പ്രവർത്തനമാവുള്ളൂ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥം എന്താ? അല്ല, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു ചോദിച്ചത്. ഏത്? അതായത് ഒരു വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയെ ഞാൻ അതേപോലെ തന്നെ സ്നേഹിക്കണ്ട. അപ്പൊ വേണം. അവരെ നിഷേധിക്കുമ്പോഴും ഞാൻ ക്രിസ്തുവിനെതിരെ തന്നെയല്ലേ കുറ്റം ചെയ്യണം? ഒരു തരത്തിലാണ് അല്ലേ? അപ്പൊ ആരും കുറ്റം പറയാതിരിക്കണ്ടേ? വേണ്ടേ? അപ്പൊ നിങ്ങൾ പറഞ്ഞാണോ ഞാൻ പറഞ്ഞാണോ ശരി? രണ്ടും ശരിയാണ്.